ഇടുക്കി പേപ്പാറയിലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി ഭക്ഷ്യയോഗ്യമല്ലെന്ന് പരാതി. ചെള്ളു നിറഞ്ഞതും കട്ടകിട്ടിയ മാലിന്യങ്ങൾ കലർന്നതുമായ അരിയാണ് ലഭിച്ചതെന്നാണ് പരാതി. വാഴത്തോപ്പ് സ്വദേശി മാത്യു നൽകിയ പരാതിയിൽ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ARD 34 നമ്പർ റേഷൻ കടയിൽ നിന്ന് ഏപ്രിൽ 29-നാണ് പേപ്പാറ സ്വദേശി മാത്യു അരി വാങ്ങിയത്. ലഭിച്ചത് ഭക്ഷ്യയോഗ്യമല്ലാത്തതും ചെള്ളു നിറഞ്ഞതും കട്ടകിട്ടിയതും മാലിന്യങ്ങൾ കലർന്നതുമായ അരി. ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിൽ അരിയുമായി എത്തി പരാതി നൽകി. ചെള്ളെന്ന് മാത്രമല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ഈ നമ്മൾ സിമെന്റ് ഒക്കെ വാരിയിട്ടിട്ട് ചാന്ത് മിച്ചം വരില്ല, ആ രീതിയിൽ അരി കട്ട പിടിച്ചിരിക്കുന്നു. അത് കയ്യിലിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇരിക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ആ അരി മൊത്തം നമുക്ക് കിട്ടിയത്. നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ട്രൈബൽ ഏരിയ ആണ്. അപ്പോൾ അവരിത് അതിനെക്കുറിച്ച് ആരും പറയുന്നുമില്ല. ഇത് കിട്ടുന്നു, മേടിച്ചുകൊണ്ട് പോകുന്നു, പ്രതികരിക്കാൻ ആരുമില്ല. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ അരിയായിട്ട് ഈ സപ്ലൈ ഓഫീസിന് ഫ്രണ്ടിൽ വരേണ്ടി വന്നത്. റേഷൻ കടയിൽ ഭക്ഷ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 75 കിലോ അരി കൂടി കണ്ടെത്തി. ഉടമ വത്സമ്മ ജോർജിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഗുണഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് റേഷൻ സാധനങ്ങൾ മാറ്റി വിതരണം ചെയ്യും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.